അടുത്തതായി പ്രശസ്തി പത്രസമർപ്പണം ഇൻട്രസ്റ്റ് നൽകുന്നതിന് മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ ശ്രീ PN ശോഭനകുമാരി അവരെ ക്ഷണിച്ചു. പ്രശസ്തി പത്രം മലയാള സിനിമയിൽ ശരീരഭാഷ പ്രചരിപ്പിക്കുന്ന ഹാസ്യത്തിന്റെ സ്വാഭാവികവും മൗലികവുമായ അനുഭവമാണ് ഇന്ദ്രസിന്റെ കഥാപാത്രങ്ങൾ. വെളിയത്തിൽ നറുചിരിയുടെ അരവുയർത്തി നർമ്മത്തിന് മറുമാനം നൽകിയ ഇന്ദ്രസിന് മലയാളത്തിന്റെ പ്രിയ നടനായി മാറി. വസ്ത്രാലങ്കാരം എന്ന പിന്നണിയിൽ നിന്ന് സിനിമയുടെ മുന്നണിയിൽ നായകൻ श्री വേണുഗോപാൽ സാർ, വേദിയിലെ പ്രിയപ്പെട്ട തന്ത്രി പന്തലക്കോട് നമ്പൂതിരി, വേദിയിലുള്ള മറ്റ് ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളും സാംസ്കാരിക രംഗത്തെ പ്രിയപ്പെട്ടവർ, സദസ്സിലെ നിർണയത്തിനാക്കിയ എൻ്റെ പ്രിയപ്പെട്ട വിജയനഗർ കൂട്ടുകാർ, എല്ലാവരോടും അതിൻ്റെ ഒരുപാട് സന്തോഷം. ഇപ്പോൾ കിട്ടിയ ഏറ്റവും വലിയ സമ്മാനത്തിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്നു. ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. ഏറ്റവും കൂടുതൽ ഇന്ന് സന്തോഷവും തോന്നിയ ദിവസങ്ങളിലാണ്. കുറേയൊക്കെ അങ്ങനെ ഞാൻ അറിയാത്ത, എന്നെ കുറിച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കോമീഷൻ സാർ പറഞ്ഞു തന്നു. അപ്പോ സാറ് പറയുന്നു ഞാൻ സുന്ദരനാണെന്ന്. ഓർമ്മിച്ചതുപോലെ പണ്ട് എനിക്ക് കടന്നു വരാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് കണ്ട ഇത്രയൊന്നും ഇല്ല, ഇത്രയും ബസ്സിലൊന്നും വന്നില്ലായിരുന്നു. അപ്പോ ഒരു ഷർട്ട് ഇട്ടിട്ട് തോളിലൊരു കർച്ചി കുത്തോളം പറഞ്ഞാൽ അതോടെ കിടക്കത്തില്ല. അത് മൂന്ന് കഴുത്ത് മാത്രമേ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും പല പല കഥാപാത്രങ്ങൾക്ക് പേര് മാറ്റി മാറ്റി ഇട്ട് തന്നത്. കൊടക്കൊണ്ടിയും ചെറുക്കൊണ്ടിയും കുളക്കൊണ്ടിയും ഒരുപാട് പേരുകൾ. അന്നൊക്കെ വലിയ സന്തോഷമായിരുന്നു കഥാപാത്രം വിജയിക്കുന്നതുകൊണ്ട്. കഥാപാത്രത്തിലൂടെ അറിയുന്ന പേരിന്റെ അതിപ്പോഴും അഭിമാനത്തോടെ തന്നെ കാണുന്നു. അതൊക്കെ തന്നെയാണ് പിന്നീട് എൻ്റെ ജീവിതമാണ് മെച്ചപ്പെടുപ്പിച്ചത്. എന്റെ തൊഴിലില്ലായിരുന്നെങ്കിൽ സത്യമായിട്ടും ഞാൻ
സിനിമയിൽ എത്തിപ്പെടുമായിരുന്നില്ല. എന്നാലും ചിലപ്പോൾ നാടകത്തിലൊക്കെ കണ്ടേക്കും. നാടകമാണ് അങ്ങനെ ഒരു സിനിമയുടെ ചൂട് പിടിച്ച് നന്നായിട്ട് തയ്യൽ പഠിക്കണം. സ്കൂളിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ വേറെ വളരെ കുറച്ച് അധ്യാപകരെ എനിക്കുള്ളൂ. എൻ്റെ 4ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ കോളേജോ സ്കൂളോ അങ്ങനെ അധ്യാപകരോ ആരുമില്ല. പിന്നുള്ള ശരണം നാടകം വായനശാലയൊക്കെയാണ്. അപ്പൊ നന്നായിട്ട് തയ്യൽ പഠിച്ചാൽ സിനിമയിലെ തയ്യൽക്കാർക്ക് തയ്ക്കാം എന്നുള്ളൊരു മോഹമാണ് ശരിക്കും എനിക്ക് ജോലിയിൽ ശ്രദ്ധിക്കാനും അതുവഴി സിനിമയിലേക്ക് വരാനും അതിന് വലിയ നിറമുള്ളൊരു മേഖലയായിരുന്നത് കൊണ്ട് എനിക്ക് അഭിനയിക്കണമെന്ന് പിന്നെ തോന്നിയിട്ടില്ല. അത്രയും ഭാരിച്ചൊരു ഉത്തരവാദിത്വമാണ് ഞാൻ പഠിച്ച തൊഴിലിന്. അങ്ങനെ ഒരു സ്ഥാനമുണ്ട്, അത്രയും മഹത്വം ഉണ്ടെന്നൊക്കെ തിരിച്ചറിഞ്ഞപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി നോക്കുമ്പോൾ എനിക്കറിയാം പഴയ മോഹമൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം അന്നത്തെ സിനിമ ഇപ്പൊ കാണുന്ന പോലെയല്ല. ഇപ്പൊ ശ്രീനിവാസൻ ചേട്ടന്റെ കോമ്പിനേഷനും സൗന്ദര്യമൊന്നും വിഷയമല്ല. നല്ല കഥാപാത്രമാണെങ്കിൽ ജനം സ്വീകരിക്കുന്ന ഒരു തോന്നൽ ധൈര്യമൊക്കെ ഞങ്ങൾ എന്നെപ്പോലുള്ളവർക്ക് ഉണ്ടാക്കി അന്നത്തെ നല്ല ചന്തമുള്ള അഭിനേതാക്കളായിരുന്നു. നടനായാലും നടിയായാലും എന്തൊരു ചന്തമാണ്. നല്ല പൊക്കവും നിറവും മണ്ണവും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതിൽ എനിക്ക് നമ്മുടെ ആഗ്രഹമെന്ന് പറയുന്നത് തന്നെ പാവമാണെന്ന് തോന്നി പോകുന്ന അവസ്ഥയിലേക്കാണ്. എന്റെ എങ്ങനെയോ കുറേ കാലം കഴിഞ്ഞ് ഇടയ്ക്ക് നിൽക്കുന്ന സമയത്ത് നാടകവും ഒക്കെ ആയിട്ടാണ് അങ്ങനെയൊക്കെ എത്താൻ പറ്റിയത്. അതിനെന്നെ സഹായിച്ചതും പുസ്തകങ്ങളായിരുന്നു. നാടകം തിരഞ്ഞ് കണ്ടുപിടിക്കുന്നതാണ് എനിക്ക് ഒരു ഏകാന്ത നാടകം കളിക്കണമെങ്കിൽ കൂട്ടുകാർ അവിടെയും ഞാൻ അവിടെയും ചെറിയ ആളിനാണ്. അപ്പൊ എനിക്കൊരു വേലക്കാരനോ എന്തെങ്കിലും ഒരു അത്ര കച്ചവടക്കാരനോ ഉള്ളൊരു കഥാപാത്രം തിരഞ്ഞ് ഏകാന്ത നാടകവും അല്ലാത്ത നാടകവും തിരഞ്ഞ് വായിച്ചാണ് ഞാൻ ശരിക്കും നല്ല പുസ്തകങ്ങളിലേക്ക് മറ്റു കഥകളിലേക്ക് എത്തുന്നു. അങ്ങനെ ഇവിടുത്തെ എല്ലാ പുസ്തകക്കാരും എന്റെ ഗുരുനാഥന്മാരെ അവരിൽ നിന്നൊക്കെ കടമെടുത്ത ഓരോ വാക്കുകളാണ് പിന്നെ എന്റെ നാടകവും എന്റെ സിനിമയും എന്റെ കഥാപാത്രവും ഒക്കെ. എനിക്ക് ഒരു കഥാപാത്രത്തിൽ നിന്നും മറ്റൊരു കഥാപാത്രത്തിലേക്ക് മാറുമ്പോൾ ഏതെങ്കിലും ഒരു പുസ്തകത്തില് ഏതെങ്കിലും ഒരു എഴുത്തുകാരുടെ സഹായം എനിക്കുണ്ടാവും. തീർച്ചയായും അവരറിയാത്ത ഒരു ധൈര്യം അതിൽ ഏതെങ്കിലും ഒരു കഥാപാത്രം എനിക്ക് പിന്നിൽ നിന്ന് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കും. അങ്ങനെയായിരുന്നു എനിക്ക് ഇതുവരെ എത്താൻ പറ്റിയത്. ഇതുവരെ എന്ന് പറഞ്ഞാൽ അപ്പോഴും ഒരു മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്നു നല്ല സിനിമകൾ ഈ കോമഡി ചെയ്യുമ്പോഴത്തേക്ക് വലിയ ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. പക്ഷെ അത് നന്നായി ഏറ്റില്ലെങ്കിൽ കഥ അത് നന്നല്ലെങ്കിൽ നമ്മൾ തന്നെ വേർക്കാൻ തുടങ്ങും, നാണം തോന്നും. അപ്പൊ പലയിടത്തും പോയി ഒരുപാട് അങ്ങനെ മറ്റൊരാൾക്ക് ചിരിക്കാൻ തോന്നാത്ത കാര്യം ചെയ്ത് ചിരിപ്പിക്കാൻ ശ്രമിച്ച് ഒരുപാട് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് എങ്ങനെയെങ്കിലൊക്കെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി നന്നായി തരാൻ വന്നു കഴിയുമ്പോൾ വലിയ ധൈര്യമാണ്, വലിയ സന്തോഷമാണ്. അതാണ് കൂടുതൽ നമ്മുടെ ഈ മേഖലയിൽ നിന്ന് തള്ളിപ്പോകാതെ ഈ ചെറുപ്പേരൊക്കെ ഇട്ട് നമ്മളെ വളർത്തി നിലനിർത്തിയത് ആ കോമഡി കഥാപാത്രങ്ങളാണ്. ഇതിനുള്ള ഒക്കെ മാറ്റം എങ്ങനെയൊക്കെ അമ്മയുടെ അനുഗ്രഹം, ഈ പറഞ്ഞ പോലെ പ്രാർത്ഥനയുടെ ഫലം ഒക്കെ തന്നെയാണ്. എങ്ങനെയൊക്കെ ശരീരം മാറില്ലെങ്കിലും മറ്റുള്ള പുസ്തകങ്ങളിൽ നിന്നുള്ള ഒരു ധൈര്യം ഉള്ളിലൊരു ശക്തി തരുമായിരുന്നു. അപ്പോ പിന്നെ കാലത്തിന്റെ മാറ്റം കൊണ്ട് ശബ്ദമൊന്നും മാറും. പഴയ കമ്പനാതെ സഹായം ഉണ്ടായി. എല്ലായ്പ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന അമ്മയും തന്നെയാണ്. ആറ്റുകാലമ്മയും തിരുവനന്തപുരത്ത് അമ്മയും അതുപോലെ നെയ്കണ്ടിലെ തിരുമാന്താകുന്നില്ല അമ്മ എന്നെ ഒന്നുകൂടെ ചേർത്ത് പിടിക്കുന്നു. അമ്മയോട് ഞാൻ വീണ്ടും ചേർത്ത് നിൽക്കുന്നു. നിങ്ങളെല്ലാവരും അമ്മയുടെ സമ്മാനം എനിക്ക് തന്നു. ഒരുപാട് സന്തോഷമുണ്ട്. കുറച്ച് നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം. ഏതെന്ന് പറയാൻ അറിയില്ലെങ്കിലും നമുക്ക് ഓർക്കുമ്പോൾ നാളെ ഏതെങ്കിലും സിനിമയെ കുറിച്ച് പറയുന്നവരുണ്ടെങ്കിൽ അതിന് ശാരീരിക യോഗ്യതയില്ലാതെ സിനിമയിൽ വന്നൊരുത്തൻ എങ്ങോ മാഞ്ഞുപോയെന്ന് പറയാതെ ഇരിക്കാൻ പാകത്തിന് ചില കഥാപാത്രങ്ങൾ ചെയ്തു വെക്കണം. അതിന് നിങ്ങളെല്ലാവരും സഹായിക്കണം.
ഞാൻ വളർന്നിരിക്കും നല്ല കഥാപാത്രങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി സഹായിക്കണം. തയ്യൽക്കാരിൽ നിന്നും സിനിമാ നടനിലേക്ക് ഒരു വലിയ ദൂരമുണ്ട്. ഒരുപാട് കാലമെടുത്തു. അതിവിടെ നിലനിർത്തണം, സഹായിക്കണം. എല്ലാവരോടും ഞാൻ നന്ദി അറിയിച്ചു. നന്ദി പ്രിയപ്പെട്ട ഇന്ദ്രൻസേട്ടൻ. അടുത്തതായി